ഭാഗത്തോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പുതിയൊരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് നോക്കിയേ, ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് ആണ് കേട്ടോ. ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച്, അതായത് സാമൂഹ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കാം. എന്താണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അത് നമുക്ക് മനസ്സിലാക്കാം. എന്താ സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പരിവർത്തനം അഥവാ മാറ്റം എന്ന് പറയുന്നത് ഒരു വളരെ സാർവത്രികമായിട്ടുള്ള ഒരു ഫിനോമിന അല്ലെങ്കിൽ ഒരു പ്രതിഭാസമാണ് ഇത് ഈ പറയുന്ന പോലെ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്കറിയാം സമൂഹത്തിൻ്റെ ഘടനയിലായിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പ്രവർത്തന രീതി ആയിക്കോട്ടെ, ഇതിലൊക്കെ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങളെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ സോഷ്യൽ മാറ്റം അല്ലെങ്കിൽ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ ഘടനയിലും അതുപോലെ തന്നെ പ്രവർത്തന രീതികളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സാമൂഹ്യ മാറ്റം അഥവാ സോഷ്യൽ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഇനി ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചസ് ആണ് പറയുന്നത്, അതായത് സാമൂഹ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ ഒന്ന് നോക്കിയേ, ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, then അടുത്തത് ടെക്നോളജി ഫാക്ടർ ഉണ്ട്, അതുപോലെ എന്താണ് ജോഗ്രഫിക്കൽ ഫാക്ടർ ഉണ്ട്, ദെൻ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കുന്നത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പം ജൈവിക ഘടകങ്ങൾ അല്ലേ, എന്താ ജൈവിക ഘടകങ്ങൾ സാമൂഹ്യ മാറ്റത്തിന് ഒരുപാടധികം റീസണാണ്, പ്രധാനപ്പെട്ട ഒരു കാരണം കൂടിയാണ് ഈ ഒരു ബയോളജിക്കൽ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യർ, അതുപോലെ സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. മനുഷ്യർ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികളെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിലെ ആവാസ വ്യവസ്ഥ സമൂഹത്തിൻ്റെ മാറ്റത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം കാരണമാകുന്നുണ്ട് അല്ലേ. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സമൂഹത്തിലെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്, ഒരു സമൂഹത്തിലുള്ള ആവാസ വ്യവസ്ഥ എന്താണ്, സാമൂഹ്യ മാറ്റത്തിന് പ്രധാനമായിട്ടുള്ളൊരു കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ജൈവിക ഘടകങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നുണ്ട് അല്ലേ. ഇപ്പോൾ മനുഷ്യർ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഇതൊക്കെ തന്നെ ഈ ജൈവിക ഘടകങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആവാസ വ്യവസ്ഥ അതൊക്കെ എന്താണ് മാറുന്ന, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈ പറയുന്ന ജൈവിക ഘടകങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു രൂപമാറ്റമോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂലം എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുത്തുമൊക്കെ സാമൂഹ്യ മാറ്റത്തിനൊരു കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യമാണ് കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താ കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ആശയങ്ങൾ, ധർമ്മങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഈ പറയുന്ന സാംസ്കാരിക ഘടകം എന്ന് പറയുന്നത് അല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ആശയങ്ങൾ, ധർമ്മങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് ഏത് സാംസ്കാരിക ഘടകം എന്ന് പറയുന്നത് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, എല്ലാ ആശയങ്ങളും ആദർശങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളും തത്വശാസ്ത്രങ്ങളും എല്ലാം മാറ്റത്തിന് വിധേയമാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയേ എന്തൊക്കെയാണ് സാംസ്കാരിക ഘടകങ്ങൾ വരുന്നത്, നമ്മുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ആശയങ്ങൾ, ധർമ്മങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെട്ടതാണ് എന്ത് സാംസ്കാരിക ഘടകം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ പറയുന്നുണ്ട് ആശയങ്ങൾ, ആദർശങ്ങൾ, പ്രത്യയ ശാസ്ത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ തത്വശാസ്ത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ മാറ്റത്തിന്, സാമൂഹ്യ മാറ്റത്തിന് ഒരു വിധേയമാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം സംസ്കാരം എന്ന് പറയുന്നത് W.B. ടൈലറുടെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം സംസ്കാരത്തിൽ എന്താ പറയണത് വെച്ചാൽ അറിവ്, വിശ്വാസം, കല, ധാർമ്മികത, നിയമം, ആചാരം, സമൂഹത്തിലെ ഒരംഗം എന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന മറ്റ് കഴിവുകൾ, ശീലങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ഒരു കൂട്ടത്തെയാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. ഇതാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ടൈലർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംസ്കാരം എന്ന് പറയുന്നത്, വിശ്വാസം, മൂല്യങ്ങൾ, നിയമം, ആചാരം, സമൂഹത്തിലെ ഒരംഗം എന്നുള്ള നിലയിൽ മനുഷ്യന് ആർജിച്ചെടുക്കുന്ന മറ്റ് കഴിവുകളായിക്കോട്ടെ, ശീലങ്ങളായിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഉള്ളൊരു സങ്കീർണമായിട്ടുള്ള ഒരു കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സംസ്കാരം എന്ന് വിളിക്കുന്നത്. ഇതാണ് ആര് പറഞ്ഞിരിക്കുന്നത്, ടൈലറുടെ ഒരു അഭിപ്രായം. ടൈലർ എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിസ്റ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്തത് എന്താണ്, ടെക്നോളജി ഫാക്ടർ എന്താണ്. ഇപ്പോൾ നമുക്ക് മനുഷ്യന്
മനുഷ്യന്റെ ആവശ്യങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കാനും അതുപോലെ തന്നെ ജീവിതം നല്ല രീതിയിൽ സുഖകരമാക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ നേടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ കണ്ടുപിടിക്കുന്നതൊക്കെ തന്നെ സമൂഹത്തിലെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത് വലിയ വലിയ ഒരു കാരണമാകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കി, പാലിയോലിത്തിക്കിലൊക്കെ കണ്ടോ, പണ്ടുള്ള ശിലായുഗ മനുഷ്യരൊക്കെ കല്ല് കൊണ്ടാണ് അവർ ഈ ആയുധങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നീട് എന്താണ്, ഈ കല്ലൊക്കെ മാറി മാറി ലോഹങ്ങൾ വന്നു, അല്ലെ, ഇരുമ്പുകൾ വന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ്, ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യയുടെ മാറ്റം മൂലം ഉണ്ടായിട്ടുള്ള സോഷ്യൽ ചേഞ്ചസ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് പറയുന്നത്, ഈ സാങ്കേതിക വിദ്യകളും സാമൂഹ്യ മാറ്റത്തിന് ഒരു വലിയൊരു കാരണമാവുന്നുണ്ട്. ഇനി അടുത്തതാണ് ജോഗ്രഫിക്കൽ ഓർ ഫിസിക്കൽ ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സുകൾ? എന്താണ്? ഇപ്പോൾ നോക്കിയേ, ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സുകൾ വരുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ കാലാവസ്ഥ, മഴ, പുഴ, സസ്യജാലം, വനങ്ങൾ, മൃഗങ്ങൾ, അല്ലെ, ധാതുക്കൾ, ഇതെല്ലാം തന്നെ ഈ ഒരു ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ മനുഷ്യൻ്റെ സമൂഹത്തിൽ എന്താണ്, ഇതിന് വളരെ വലിയൊരു സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയും. ഇപ്പോൾ നോക്കി, വരൾച്ച ഉണ്ടാവുകയാണെങ്കിൽ, വെള്ളപ്പൊക്കം ഉണ്ടാവുകയാണെങ്കിൽ, ഈ പറയുന്ന പോലെ പ്രളയം ഉണ്ടാവുകയാണെങ്കിലും, ഭൂമിക്കുലുക്കാണെങ്കിലും ആയിക്കോട്ടെ, മലിനീകരണം ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്, വളരെയധികം സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമാവുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തതാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു? അപ്പോൾ നോക്കിയേ, രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ തന്നെ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിന് ഒരു വലിയൊരു കാരണമാവുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നോക്കിയേ, ബ്രിട്ടീഷുകാരുടെ ഭരണം, അതുപോലെ ദേശീയ പ്രസ്ഥാനം, സ്വാതന്ത്ര്യ സമരങ്ങൾ, ഇതൊക്കെ തന്നെ എന്താണ് നമ്മുടെ സമൂഹത്തെ ഇന്നും ഈ സമൂഹം ഇങ്ങനെ മാറാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള രാഷ്ട്രീയ ഘടകങ്ങൾ മൂലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രാഷ്ട്രീയ ഘടകങ്ങൾ മൂലവും നമുക്ക് സമൂഹത്തിലെ ചേഞ്ചസ് ഉണ്ടാവാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തതാണ് ലാസ്റ്റത്തെ ഒരു ഘടകമാണ് സാമ്പത്തിക ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക ഘടകങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്താണ്? ഒന്ന്, മാക്സിയൻ വ്യൂ, 2, ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, 3ാമത്തത് ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ മാക്സിയൻ വ്യൂ പ്രകാരം ഇതെന്താണ്, കാൾ മാക്സ് ആണ് ഈ ഒരു സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് സാമ്പത്തിക ഘടകങ്ങളുടെ ഫലമായിട്ടാണ് നടക്കുന്നത് എന്നാണ് കാൾ മാക്സ് പറയുന്നത്. അതാണ് ഈ മാക്സിയൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ കാൾ മാക്സ് ആണ് ഇത് കൊണ്ടുവന്നത്, കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ അതിലൂടെ പറയുന്നത് എന്താ വെച്ചാൽ സാമൂഹ്യ മാറ്റത്തിന് മെയിൻ കാരണം എന്ന് പറയുന്നത് സാമ്പത്തിക ഘടകങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാമത്താണ് ഇമ്പാക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ. വ്യവസായ വിപ്ലവം വന്നതോട് കൂടിയിട്ട് അതെങ്ങനെയാണ്, 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലാണ് ഈ ഒരു വ്യവസായ വിപ്ലവം വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വ്യവസായ വിപ്ലവം വന്നതോട് കൂടിയിട്ട് അത് ലോകം മുഴുവൻ എന്ത് ചെയ്തു, വ്യാപിച്ചു തുടങ്ങി, അല്ലേ? ലോകത്ത് എന്താണ്, മുഴുവനായിട്ട് അത് വ്യാപിച്ച് തുടങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താണ്, കുറേ ആളുകൾക്ക് ഫാക്ടറിയിൽ ജോലി ഫാക്ടറിയിലായി, അല്ലേ? അതുപോലെ തന്നെ എന്താണ്, കാർഷിക ജോലിയിൽ നിന്ന് പിന്നെ അതൊക്കെ വ്യാവസായിക ജോലിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് കാരണമായി. അതുപോലെ തന്നെ എന്താണ്, എല്ലാ ജനങ്ങളും വ്യവസായത്തിന്റെ ആ ബേസിൽ ചെയ്തിട്ടുള്ള ജോലിയിലേക്ക് കുറേ ആളുകൾ മാറി. പിന്നെ സ്ത്രീകളൊക്കെ എന്താ വെച്ചാൽ വീട്ടിലുള്ള ജോലികളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇതേപോലെ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മാറി തുടങ്ങി. പിന്നെ അതുപോലെ ഈ ഒരു നഗരങ്ങൾ, കുറേ പട്ടണങ്ങളൊക്കെ തന്നെ കൂടുതലായിട്ടും ഉയർന്നു വന്നു. അതുപോലെ ഈ ഗതാഗതമായിക്കോട്ടെ, ആശയവിനിമയമായിക്കോട്ടെ, അതിലൊക്കെ ഒരുപാട് അതിലൊക്കെ ഒരുപാട് പുരോഗതികൾ ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ സാമൂഹ്യ മാറ്റത്തിൻ്റെ മെയിൻ കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെയാണ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഗ്രീൻ റവല്യൂഷൻ എന്താണ്? അതായത് കാർഷിക രംഗത്തുള്ള ഒരു പുരോഗതിയാണ് ഈ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്, അല്ലെ? കാർഷിക രംഗത്തുണ്ടായിട്ടുള്ള ഒരു പുരോഗതിയാണ് ഹരിത വിപ്ലവം. അപ്പോൾ 1960-ലാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഹരിത വിപ്ലവം ആരംഭിച്ചിട്ടുള്ളത്. 1960-ലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആരംഭിച്ചപ്പോൾ എന്താണ്, കാർഷിക രംഗത്ത് ഇത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ ഹരിത വിപ്ലവം വന്നതോട് കൂടിയിട്ട് കാർഷിക രംഗത്ത് എന്ത് ചെയ്തു, ഒരുപാട് വിപ്ലവങ്ങൾ, അല്ലെ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക്, അപ്പോൾ ഈ ഒരു സോഷ്യൽ ചേഞ്ചസിന്റെ ഫാക്ടേഴ്സുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി 18ാമത്തെ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇനി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, മേജർ പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ചസ്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. എന്താണ്, സാമൂഹിക മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട പ്രക്രിയകൾ എന്തൊക്കെയാണ്. അപ്പം നോക്കി അതിലെന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം. സാമൂഹ്യ മാറ്റത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, സാമൂഹ്യ മാറ്റം എന്ന് പറയുന്നത് ഒരു സാർവലൗകികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇത് എല്ലായിടത്തും നടക്കുന്നത്, ഈ ഒരു സാമൂഹ്യ മാറ്റം നടക്കുന്നത് എല്ലായിടത്തും ഒരുപോലെയല്ല.
വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് സാമൂഹ്യ മാറ്റത്തിന്റെ മൂല്യം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ന്യൂട്രലാണ്. അതായത് സാമൂഹ്യ മാറ്റത്തിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് കാണിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ പുരോഗതി കൊണ്ടേ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള രീതിയിൽ, അതിന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പരിണാമം, എവല്യൂഷനും റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റുകളുണ്ട്. അപ്പോൾ ഈ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മളിനി പറയുന്നത്. ഈ എവല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിണമിക്കുക എന്നുള്ള വാക്കിൽ നിന്ന് ഉണ്ടായതാണ് ഇത് പരിണാമം. ഓക്കെ, പരിണമിക്കുക അല്ലെ, എവല്യൂഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. എന്താണ് എവല്യൂഷൻ? എവല്യൂഷൻ അല്ലെ, എന്താണ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിണമിക്കുക എന്ന് പറയുന്ന വാക്കിൽ നിന്ന് ഉണ്ടായതാണ് ഇത് പരിണാമം അല്ലെ. പരിണമിക്കുക എന്നുള്ളതിന്റെ വാർത്ത എന്താ വെച്ചാൽ രൂപാന്തരപ്പെടുക അല്ലെ, രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് പരിണമിക്കുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇംഗ്ലീഷിൽ അതിന് നമ്മൾ എന്താ പറയുക, എവല്യൂഷൻ എന്നാണ് പറയുക. ഇനി എന്താണ് ഈ ഒരു എവല്യൂഷന്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്താണ് പരിണാമത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് എന്താ വെച്ചാൽ ലളിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്നിങ്ങനെ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പരിണാമം സംഭവിക്കുന്നു അല്ലെ. എന്താണ് ലളിതമായിട്ടുള്ള ഒരവസ്ഥയിൽ നിന്ന് സങ്കീർണമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പരിണാമം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, പരിണാമം സംഭവിക്കുമ്പോൾ അല്ലെ, പരിണാമം സംഭവിക്കുമ്പോൾ എന്താണ് ഐക്യരൂപമുള്ള ഒരു സമൂഹം സങ്കര രൂപം കൈക്കൊള്ളുന്നു. അപ്പൊ പരിണാമം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ഐക്യരൂപമുള്ള ഒരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ അതിനൊരു വെവ്വേറെ രൂപം ഉണ്ടാവുകയാണ് ചെയ്യണത്, 2 രൂപമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ എന്താ വെച്ചാൽ വ്യക്തമല്ലാത്ത സമൂഹം കൂടുതൽ, ഈ എവല്യൂഷൻ ഉണ്ടാവുന്നതോറും വ്യക്തമല്ലാത്ത ഒരു സൊസൈറ്റി വളരെ കൂടുതലായിട്ടും കുറച്ചും കൂടെ വ്യക്തമായിട്ട് തീരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു സാമൂഹ്യ പരിണാമം ഉണ്ടല്ലോ, ഈ ഒരു സോഷ്യൽ എവല്യൂഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ കീഴ്തലത്തിൽ നിന്നും ഇങ്ങനെ മേൽത്തലത്തിലേക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പം ഈ ഒരു സോഷ്യൽ എവല്യൂഷൻ എന്ന് പറയുന്നത് കീഴ്തലത്തിൽ നിന്ന് അല്ലെ, അടിയിലുള്ള തലത്തിൽ നിന്നും തലത്തിലേക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി എന്താണ് അപ്പോൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് വളരെ ഈ വിപ്ലവം അല്ലെ, റെവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് നടക്കുന്ന ഒരു സംഭവമാണ് അല്ലെ. റെവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്ന ഒരു സംഭവമാണ്. കൂടാതെ എന്താണ് ആ നിലവിലുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതി തന്നെ അങ്ങോട്ട് മാറ്റിക്കളയും അല്ലെ. ഇപ്പോൾ ഒരുപാട് വിപ്ലവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പം അതൊക്കെ എന്താണ് അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും നടക്കുക, അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള ഇപ്പോൾ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് എന്താ നിലവിലുള്ള ഒരു സമ്പ്രദായം ഏകദേശം ഒന്നെങ്കിൽ പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും നശിക്കും, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്തത് വികസനവും പുരോഗതിയും. എന്താണ് പ്രോഗ്രസ് ആൻഡ് ഡെവലപ്മെന്റ്? അപ്പോൾ നമുക്കറിയുന്നതാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇങ്ങനെ സാധാരണ രീതിയിൽ ഇങ്ങനെ കുറേ ടൈം എടുത്തിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ പുരോഗതിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ഒരു തന്നെയാണ് ഇത് വികസനം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ പതുക്കെ സ്ലോ ആയിട്ട് ഉണ്ടാവുന്നതിനെ നമ്മൾ പുരോഗതി എന്ന് പറയുന്നത്. അപ്പോൾ വികസനമാണെങ്കിൽ നമ്മൾ ഓൾറെഡി മുൻകൂട്ടിയിട്ട് നമ്മൾ നടപ്പാക്കുക, അതിന് നമ്മൾ വികസനം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി സാമൂഹ്യ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട 3 മാതൃകകളുണ്ട്. ഒന്ന് ലിനിയർ ചേഞ്ച്, സൈക്ലിക്കൽ ചേഞ്ച്, അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ചേഞ്ച്. ഇതൊന്നും അങ്ങനെ കൂടുതലായിട്ടും കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇനി നമ്മൾ അടുത്തൊരു ചാപ്റ്റർ 19ാമത്തെ ചാപ്റ്ററാണ്. 19ാമത്തെ ചാപ്റ്ററിന്റെ പേര് നോക്കിയേ, സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് ലേണിംഗ്. സോഷ്യലൈസേഷൻ ആസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് അല്ലെ. എന്താണ് സാമൂഹ്യവൽക്കരണം ഒരു പഠന പ്രക്രിയ എന്ന നിലയിൽ. അപ്പൊ എങ്ങനെയാണ്, എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്? അതായത് ഇപ്പൊ നമുക്കറിയാം ഒരു കുട്ടി ജനിക്കുമ്പോൾ അല്ലെ, ഒരു കുട്ടി നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ആ കുട്ടി പിന്നെ പതുക്കെ എന്താണ് ഒരു സാമൂഹ്യ ജീവിയായിട്ട് മാറുകയാണ്. അപ്പോൾ ഒരു കുട്ടിയെ ഒരു സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത് അല്ലെ. ഒരു കുട്ടിയെ ഒരു സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ അഥവാ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അവനിപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നതിലൂടെ അവരെ നല്ല രീതിയിൽ പെരുമാറാനും അതിനെ വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കാനും ഒക്കെ തന്നെ ഈ ഒരു സാമൂഹ്യവൽക്കരണ പ്രക്രിയ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സമൂഹത്തിൽ എന്ത് കാര്യങ്ങൾ നേരിടാൻ വേണ്ടിയിട്ടും, സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇടപെടാൻ വേണ്ടിയിട്ടും, സമൂഹത്തിലെ ഒരു അംഗമാക്കാൻ വേണ്ടിയിട്ട്
സഹായിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലൊരു അംഗമാകാൻ വേണ്ടിയിട്ട് പ്രാപ്തയാക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമൂഹ്യവൽക്കരണം എന്താ വെച്ചാൽ സമൂഹത്തിലെ ഒരു ജീവിയാക്കിയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൽ പോലെ തന്നെ പറയുന്നുണ്ട് സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഒരുപാട് ഘട്ടങ്ങളുണ്ട്. ശൈശവ സാമൂഹ്യവൽക്കരണമുണ്ട്, ബാല്യ സാമൂഹ്യവൽക്കരണമുണ്ട്, കൗമാര സാമൂഹ്യവൽക്കരണമുണ്ട്, യൗവന സാമൂഹ്യവൽക്കരണങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങളാണ്, ഓരോ സ്റ്റേജിലും എന്താണ് ഓരോ പ്രോസസ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ സാമൂഹ്യവൽക്കരണത്തിനുള്ള ഏജൻസികളെ കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് കേട്ടോ. സാമൂഹ്യവൽക്കരണത്തിനുള്ള ഏജൻസികൾ, പ്രധാനപ്പെട്ട ഏജൻസികൾ ഏതൊക്കെയാണ് സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്നതിനുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള ഒരു ഏജന്റ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. രണ്ടാമത്തേതാണ് പിയർ ഗ്രൂപ്പ്. മൂന്നാമത് അപ്പോൾ ഈ ഒരു കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളായിരിക്കും ഈ കുട്ടിയെ സാമൂഹ്യ ജീവിയാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആക്കുന്ന ഏജൻസികൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ സമപ്രായക്കാർ. മൂന്നാമത്തെ എന്താണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്കൂളൊക്കെ, നഴ്സറി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മീഡിയാസ്, ദെൻ റിലീജിയൻ, അതുപോലെ തന്നെ ലോ, അതുപോലെ കീഴ്വഴക്കങ്ങൾ. ഇതൊക്കെ നമ്മളെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയുടെ ഏജൻസികളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ കുടുംബം അല്ലെ, ഫാമിലി, പിയർ ഗ്രൂപ്പ്, ദെൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മാസ് മീഡിയാസ്, ദെൻ റിലീജിയൻ, കസ്റ്റംസ്, ലോ. ഇതൊക്കെ എന്താണ് നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ സോഷ്യലൈസേഷൻ്റെ ഒരു ഏജൻസികളായിട്ട് നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ സോഷ്യലൈസേഷൻ ഏജൻസികളൊക്കെ തന്നെ നമ്മുടെ വ്യക്തിയുടെ വികാസത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനമായിട്ട് റോള് വഹിക്കുന്ന ഒരു കൂട്ടം ഏജൻസികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് സോഷ്യലൈസേഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ ഏജൻസികൾ എന്താണെന്നുള്ളതും നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതൊക്കെ ചിലപ്പോൾ എസ്സേ ആയിട്ടോ 4 മാർക്കിനോ 5 മാർക്കിനോ 6 മാർക്കിനോ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അല്ലാന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഏതെങ്കിലും 2 എണ്ണം എഴുതുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും സ്പ്ലിറ്റ് ചെയ്തിട്ട് ചോദിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ചിലപ്പം ഇങ്ങനെ ചോദിക്കാം എക്സാമിന് നമ്മുടെ വാട്ട് ആർ ദ മേജർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ 20ാമത്തെ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ നമ്മൾ പറയുന്നതായിരിക്കും. നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.